വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ ഇതാക്കണ എന്നും എല്ലാ ദിവസവും പോലെ തന്നെ ഗൈസ് കോഴിക്കോട് ജില്ലയിൽ മാരക മഴയാണ് ഗൈസ്. കോഴിക്കോട് മാത്രമല്ല വന്നപ്പോഴേക്കും വന്നോ ദുഃഖമല്ല സന്തോഷം തന്നെയാണ്. പക്ഷെ ദുഃഖത്തിന്റെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ അല്ലേ? ശരിയാ ദ്വാരുന്നത് നല്ലതാണ്. അപ്പൊ ഏതായാലും എല്ലായിടത്തും എത്രയോ ഇവിടെയൊക്കെ വീടിന്റെ ബേക്കിലൊക്കെ അല്ലേ ഗൈസ് മതില് പൊളിയാനായി കിടക്കുക അല്ലെ? അല്ല ഷെമി ഇങ്ങനെ ഷെമി കെടുക്കുന്നിടത്തുനിന്നൊക്കെ ഷെമി അതല്ല ഞാൻ കെടുക്കുന്നിടത്തുനിന്ന് അങ്ങനെ എണീക്കും മതില് പൊളിനാന്ന് വിചാരിച്ചു. കാരണം ഈ റൂമിന്റെ തൊട്ടടുത്തുള്ള വലിയ മതില, ഈ വീടിന്റെ കാടിന് ഹൈറ്റുള്ള മതില, തൊട്ടടുത്ത് തന്നെ അധികം സ്ഥലമൊന്നുമില്ല. ബേക്കോട്ട് എന്താണെന്നറിയോ, അതില് പൊളിയാണെങ്കിൽ നോക്കാണ്ട് അതിന്റെ ചോട്ടിലായിട്ട് പോയി കിടക്കുക. പിന്നെ വേറെ ചെയ്യും കുളിപ്പിക്കുക നിസ്കാരമൊന്നും വേണ്ടല്ലോ. കാരണം അത്രയും വലിയ മതിലാ ബേക്കിൽ. അത് വേണം ഒന്ന് കാണിച്ചു കൊടുത്താലോ? ആ മതിലൊന്ന് കാണിച്ചു തരാം. പിന്നെ നല്ലതാ, എല്ലായിടത്തും മഴ ആണല്ലോ. ബേക്കിലേക്കാണ് പോണത് കേട്ടോ. മഴ അപ്പോഴൊക്കെ ഇവിടെ മഴയാണ്. ഗൾഫിലൊക്കെ നല്ല ചൂടാന്ന് കേട്ടോ കേട്ട്. അപ്പൊ ഇവിടെ നല്ല മഴ. ഇതാക്കണ ബേക്കത്തെ മതില് കണ്ടില്ലല്ലോ നിങ്ങള്? എന്റെ മോനതാ ഇവിടെ കണ്ട സൈഡ് അങ്ങനെ കുറച്ചിങ്ങനെ ഇടിഞ്ഞ് അങ്ങനെ കളിക്കുകയാണ് ബേക്ക് കംപ്ലീറ്റ്. അവിടെ അത്രേ ഉള്ളു, ഒരാൾക്ക് നടന്ന് പോകാനുള്ള ഗ്യാപ്പുകളും ബേക്കിൽ. അത് കേറട്ടോ ബീസ്. ഇവിടെ ഒന്നും എന്തൊക്കെ സംസാരിച്ചിരിക്കണില്ലേ? മൈക്കുള്ളത് കൊണ്ട് ഞാൻ പുറത്തൊക്കെ എല്ലോ ഇതിൽ കേക്ക് പൊട്ടത്തി. എനിക്കൊരു കുറ്റം പറയാൻ മൈക്ക് ഡീച്ചാളും മൈക്ക് ഡീച്ചെ കൊണ്ട് ബിഗ് ബോസ് അപ്പൊ ഇവിടല്ലേ അധികം ഒന്നും ഉണ്ടാൻ പറ്റൂല. അതിന്റെ ഫോണിൽ ഒരു മൈക്ക് നിർബന്ധം അയക്കിനിപ്പോ. പിന്നെ ഇവിടെ അക്കൗണ്ടിന്റെ ഇതിലൂടെ ഓണാണ് കേട്ടോ ഗൈസ്, മറ്റേ ഇൻസ്റ്റന്റ് അക്കൗണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ രാത്രിയൊക്കെ വിളിക്കുന്നേ കാണാം, ഇങ്ങനെ കോള് വരും. അപ്പൊ ഇന്ത്യയിലേക്കും കോള് വരും, വളരെ ഒരുമിച്ചാ കോള് വരിക. അക്കൗണ്ടിന്റെ ഓണാണല്ലോ. സുഖമാണോ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. എനിക്കിപ്പോ എന്താ കൊറേ ആൾക്കാരുണ്ട് സുഖം അന്വേഷിക്കാൻ. ഇങ്ങനെ ഇരുന്നാ മതിയല്ലോ. എനിക്ക് ശരി വരുന്നതല്ല, ഞാൻ പണ്ട് ഏലക്കായ തിന്ന് ആലോചിച്ചിട്ട് അത് കുടിച്ചപ്പോ ചവച്ചിറക്കി ഏലക്കായ ഞാൻ ദിവസത്ത് തിന്ന് ഓനോ ഞാൻ പറഞ്ഞു കണ്ടിട്ട് എനിക്ക് ഏലക്കായ തിന്നാണെങ്കിൽ എടുത്ത് കീശയിലിട്ടു. ഓളിവിടെ ഏലക്കായ മുബാസ് ഇവിടെ ഏലക്കായ വെച്ചു ലേസും ഉണ്ടായിന് അതിന്റെ അടുക്ക്. ഇവള് വിചാരിച്ചു ലേസിന്റെ എന്തോ പൊരിയാന്ന്. കാരണം ഏലക്കായ കടിച്ചു കഴിഞ്ഞാല് ഒരു പൊടി പോലാണല്ലോ ഉണ്ടാവുക. അതൊക്കെ ഇതില്ലേ കുരുമുളക് പൊടിയൊക്കെ അതുകൊണ്ടാണല്ലോ പൊടിയാണല്ലോ ഉണ്ടാവുക. ആ പൊടി എടുത്ത് ഓള് വേഗം തിന്ന്. അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഇന്ന് നമുക്ക് കുറച്ച് തോന്നെ പരിപാടികളുണ്ട്. ഒന്നും എന്താ വെച്ച് കഴിഞ്ഞാൽ തണുപ്പത്ത് നല്ല രാത്രിയൊക്കെ കൂടുതൽ തണുപ്പത്ത് അങ്ങനെ കെടുക്കാൻ പറ്റില്ല. അപ്പൊ എന്തെങ്കിലും ഒന്ന് വാങ്ങണം ഇൻഷാല്ലാ. അപ്പൊ അതിന്റെ പരിപാടി. ഐശുവിനും തണുപ്പ് അധികം പറ്റൂലല്ലോ, അപ്പൊ അത് വാങ്ങാണ്ട്. പിന്നെ അങ്ങനെ പൊതിക്കൂല എന്തിട്ടല്ലേ പൊതിക്കൂല. ഇവിടെത്തി കഴിഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞാൽ ഇവിടെ എത്തി കഴിഞ്ഞാൽ മൊത്തം കൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങ് ഇറങ്ങിയ ഒരു സാധനം ഇട്ടൂല. രണ്ടാമത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെമിക്ക് തീരെ കണ്ണ് കാണാൻ പറ്റില്ല. അപ്പൊ ഷെമിനെ കാണിക്കാൻ വേണ്ടി പോകണം. അങ്ങനെ കുറച്ച് പരിപാടികളാണ്. അല്ല കാര്യത്തിന് നേല് പോരാന്നല്ല. ഇതെന്താണെന്ന് കഴിഞ്ഞാല് എന്റെ അടുത്ത് ആരും ഇല്ലെങ്കിൽ ഇവള് അവക്ക് ഡൗട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു ആരെയും ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചോദിക്കുക. കാരണം കണ്ണ് കാണില്ലല്ലോ. അപ്പൊ ഓള് ആരുണ്ട് അവക്ക് ഞാൻ ഡൗട്ട്. അപ്പൊ കണ്ണട വാങ്ങി കൊടുക്കണ ലാഭം അതാ നല്ലതെന്ന് വിചാരിച്ച്. അപ്പൊ ഏതായാലും അങ്ങനെ കണ്ണട വാങ്ങാണ്ടി. ഇതെത്ര ചെമ്മേ? ഇത് ആണോ? കണ്ണ് കുറച്ച് കാണുന്നുണ്ട്, പക്ഷെ ദൂരക്കാഴ്ച കുറവ്. എനിക്ക് ഒരു കുറവില്ല. നമുക്ക് ഏതായാലും കാണിക്കാൻ പോയി നോക്കാം. എന്തോ ഒരു കുറവുണ്ട്. കാരണം ഞാനിങ്ങനെ നടന്നു എന്റെ പര ആരാൾ എന്ത് നീലാളുണ്ട്. അപ്പൊ പറയാ എന്റെ പര വേറെ ആരാ കാഴ്ച കൂടിയിട്ടുള്ള പ്രശ്നമാണ്. രാത്രി കോള് വരുന്നത് ഇല്ല, കോള് വരുന്നില്ലേ? കോള് കഴിഞ്ഞ പിന്നെന്താ എന്റെ ആ നിർത്തൂലല്ലോ. ഇത് പറയും കണ്ണ് കാണില്ല. കണ്ണ് കാണാൻ ഞാനൊന്നും പറയൂല. എന്നാലല്ലേ കേൾക്കാൻ പറ്റൂ കുട്ടി. എന്നെക്കാളെ കണ്ണ് കാണിക്കേണ്ടത് ശരിക്കാ. എനിക്ക് കണ്ണിന് ഏറെ കൊണ്ട് ഒരു കണ്ണ് പോയതാ. അതെ ആയിക്കോട്ടെ. എന്നിട്ടാ ഞാൻ കണ്ണട വെച്ച് അടുക്കല വിസ്. അതാണ് എന്താ ശരിയാ. സത്യത്തിൽ എന്റെ കണ്ണിന് ഏറെ കൊണ്ടിരുന്നു കേട്ടോ വിസ്. കുറച്ചു കാലം മുന്നേ അശ്വിനോട് ഒരു അടിയും കൊണ്ട് അത് വിടാ തലവേദനയായി പോയി. അന്ന് ഉമ്മ എന്നോട് പറഞ്ഞു അല്ലേ തന്നെ അവന് കണ്ണില്ലട്ടോ. എന്റെ വലത്തെ കണ്ണിന് അടുത്ത കണ്ണിന് എങ്ങാനും ഏറുകൊണ്ട് ബ്ലഡ് അടുത്തുള്ളതാ കാണാത്ത, ദൂരമുള്ളത് കാണുന്നുണ്ട്. അപ്പൊ ഒന്ന് കാണിച്ചാളാന്ന് വിചാരിച്ചു. ആദ്യം എനിക്ക് തലവേദന ആയിട്ട് കണ്ണട വെച്ചിരുന്നു.
പിന്നെ ഞാൻ മടി കുറച്ചാട് വെക്കുമ്പോ നമുക്ക് എന്തോ ഒരു മടിയാണല്ലോ. ഇനി പാലുവായൊക്കെ ഒരു ഏലക്ക ഇട്ടോ കിട്ടോ. ഈ ഏലക്ക ഞാൻ കടിക്കാനാണില്ല, മറ്റേ സിമ്പിൾ ആയിട്ട് തിന്നാലോ. കുടിക്കാൻ അവിടെ വെച്ചേക്ക്. ഓക്കെ, അപ്പൊ ഗൈസ് ലെറ്റ്സ് ഗോ. കണ്ണ് കാണിക്കുക. യാ, അപ്പൊ ഗൈസ് ഈ മഴയത്ത് തന്നെ കൊണ്ട് കണ്ണ് കാണിക്കാൻ കൊണ്ടുപോവാണ്. ഇനി മഴ പെയ്തിട്ടാണോന്ന് പോലും ആലോചിച്ചെടുക്കില്ല. കണ്ണാണല്ലോ. കണ്ണൊക്കെ അടിച്ചു പോയാൽ പിന്നെ അവർ കായ്ക്കും പറ്റൂല. അതാ പിന്നെ മഴ അല്ലേ, മഴന്റെ ദിവസമായില്ലേ നമുക്കൊന്നും മഴ കൊണ്ട് വലിയ ബുദ്ധിമുട്ട്. സൗദിയിലൊക്കെ 45 55 അങ്ങനത്തെ ഡിഗ്രി ചൂടാണോ അല്ലേ? ഇവിടെ നേരം ചൂടാണ്, ഇവിടെ ഇത്രയും തണുപ്പുമാണ് അല്ലേ. പിന്നെ മഴ ആയിട്ട് എന്തോ ഒരാള് ബുദ്ധിമുട്ടാകുന്നവരൊക്കെ ഉണ്ട്. സത്യം, എത്ര ആൾക്കാരെ വീടൊക്കെ ഒലിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ ഹെൽപ്പൊക്കെ ചെയ്യാനൊക്കെ കുറെ പൂതിയുണ്ട്, പക്ഷെ അതിനൊന്നും ഇങ്ങോട്ട് എത്തണ്ടേ അല്ലേ. അതിനൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ ചെയ്യും. അത് തന്നെ. പിന്നെ കുറച്ചൊക്കെ നമുക്കിപ്പോ കുറെ നമുക്കിപ്പോ ടീം ഉണ്ടല്ലോ അല്ലെ. ടീമിനെ വെച്ച് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ അല്ലെ. അത് വെച്ച് നമ്മൾ ചെയ്യാൻ പറ്റണത് ചെയ്യാം. ഏതായാലും നമ്മള് ഫസ്റ്റ് ഷെമിന്റെ കണ്ണൊന്ന് റെഡിയാക്കുക, അല്ലെങ്കിൽ മൊത്തം അടിയിലാവും. പല്ലുമേല് ലിപ്സ്റ്റിക് ഉണ്ട്, കുറച്ച് തുടച്ചാല്. ലിപ്സ്റ്റിക് ആയിക്കൂല, എല്ലാം പറയൂലേ കേൾക്കാം. നിങ്ങളല്ലേ അല്ല ഇങ്ങനല്ലേ പറഞ്ഞ കണ്ണിന് കുഴപ്പമില്ലാന്ന്. എന്തോ കുഴപ്പമുണ്ടോന്ന് നോക്കൂ. കുഴപ്പമില്ല ഞാൻ പറഞ്ഞില്ല. കഴിഞ്ഞോ? എന്താ സംഭവം? ചെറിയൊരു ദൂരക്കാഴ്ചക്കുള്ളൊരു മങ്ങല് മാത്രമേ കാഴ്ചക്ക് മങ്ങലുണ്ട്. കണ്ണട വെച്ച് കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ. ബയോപ്പിയ എന്ന് പറയാൻ പാടില്ല. വെള്ളെഴുത്ത് എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന ഒരു കണ്ടീഷനാണ്. വെള്ളെഴുത്ത് എന്ന് പറയും. വെള്ളെഴുത്ത് ചെറിയ അക്ഷരങ്ങൾ കാണാൻ ബുദ്ധിമുട്ടുള്ള ഒരു ദൂരത്തേക്ക് ചെറിയൊരു പവറേ ഉള്ളൂ. ഒരാളെ രണ്ടാളെ കണ്ട് അങ്ങനെയല്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും വരാൻ പോകുന്നില്ല. ആയിക്കോട്ടെ, ഫ്രെയിം എടുത്തോ. ഞാൻ പറഞ്ഞില്ല അപ്പഴേ എന്തൊരു പ്രശ്നമുണ്ട്. അതൊന്നും നല്ലോണം ചോദിച്ചാലാ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഫസ്റ്റ് ടൈം ആണോ കാണാൻ വെക്കുന്നത്? അപ്പൊ ഓക്കെ, ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഒന്ന് റെഡി ആവാനുണ്ട്. നിങ്ങൾ ആദ്യം പരിചയമുള്ള സ്ഥലങ്ങളിൽ വെക്കുക. എന്നാൽ ശരി വായിക്കുമ്പോൾ മാത്രമേ വെക്കാണ്ടുള്ളൂ. ഞാൻ അവിടെ ശരി കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിതാക്കുന്ന കണ്ണടയൊക്കെ വാങ്ങി. ഇനി കണ്ണട ക്ഷമയായി. ഇനി അതന്നെ നേരത്തെ രാവിലെ കടിച്ചെന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു കണ്ണ് കാണാണ്ട് കടിച്ചതായിരിക്കില്ല. അന്ന് ഏലക്കായി കടിച്ചെന്ന് പറഞ്ഞില്ല നമ്മൾ കുറച്ച് നേരത്താ. അത് കണ്ണ് ക്ഷമയായി. ഇനിയൊക്കെ റെഡി ആയില്ലേ? പോലും കടിക്കില്ല. അതെ അതെ, ടെസ്റ്റ് ചെയ്ത് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്ക് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറോളം ആയില്ലേ. ഷെഫിനെ കളിയാക്കിക്കുക, പല്ലുമ്മേല് ലിപ്സ്റ്റിക് ഉണ്ടെന്നാണ്. അതൊക്കെ ഒന്ന് കേൾക്കാണ്ട് പറയണ്ടേ. അങ്ങനത്തെ ഓരോരോ സ്വഭാവങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ കേൾക്കാതെ പറഞ്ഞു കഴിഞ്ഞാലായിരിക്കും ആൾക്കാർ ശ്രദ്ധിക്കുക. കേട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നമല്ല. അത്ര രീതികളുണ്ട്. അല്ലാണ്ട് ഞാൻ എന്നോട് പറയാ പിന്നെ ലിപ്സ്റ്റിക് ഉണ്ട്, അപ്പൊ എനിക്ക് എന്തോ ആവും. പറഞ്ഞ ഓക്കെ ലിപ്സ്റ്റിക് ഉണ്ട് അല്ലേ, തുടിച്ച് കഴിഞ്ഞ് പ്രശ്നം തീർന്നിട്ടൊന്നുമില്ല, തീർക്കാനാകുകയില്ല. പിന്നെ ഞാനൊന്ന് പറയട്ടെ, എനിക്ക് പറയാനുണ്ടായിട്ടാണ് ഞാൻ ക്യാമറ ഓൺ ആക്കിയത്. അപ്പൊ എനിക്ക് എന്തോ എന്റെ കണ്ണിന്റെ എന്തോ ആ ഗ്ലാസ് ഒക്കെ അല്ലേ ഫ്രെയിം, പിന്നെ അവിടെ ഉണ്ടാകുമല്ലോ ഗ്ലാസ് ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഓലിങ്ങനെ ഉണ്ടാക്കി വെക്കണം തോന്നുന്നു. സംഭവം എനിക്ക് പറ്റിയ സംഭവം അവിടെ ഉണ്ടായിരുന്നു. അതിനെക്കൊണ്ട് പെട്ടെന്ന് തന്നെ കിട്ടി, അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ 1 മണിക്കൂർ ചോടായിട്ടേ ഉള്ളൂ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് സാധനം ടെസ്റ്റ് ചെയ്ത് ഇതിലങ്ങനെ കുറച്ച് തെരഞ്ഞ് ദൂരക്കാഴ്ചന്റെ കുഴപ്പമാണ് പറഞ്ഞത്. ഞാനൊന്ന് വെച്ച് നോക്കട്ടെ, എന്ന് ആയുസ് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ ഞാൻ അതൊക്കെ വെച്ച് ഇങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് കണ്ണട വെക്കുകയാണ്. ഇങ്ങണ്ട് എടാ നോക്കട്ടെ. ഓ അത് അതെ, ഇനി ഇതുവരെ കാണാ ഇപ്പൊ എത്രയോ കണ്ണൊന്നും കാണാണ്ട് നടന്നാലോ കുറെ കാലം. ഇപ്പൊ ഒരു ആശ്വാസം ഉണ്ടല്ലോ എനിക്ക്.
എന്താ പറയാ, എനിക്ക് ഇതല്ല, എനിക്ക് ആഴ്ചയുടെ നഖം വെട്ടുമ്പോ തലയിൽ നോക്കുമ്പോ അതിനൊക്കെ പറ്റാത്ത. എനിക്ക് കഴിഞ്ഞ ആഴ്ച ആഴ്ച നഖം വെട്ടിയപ്പോ വലിച്ച പൊയ്ക്കാൻ എന്തോ വിഷമായി കാണായിട്ട്. ഞാൻ എന്റെ പ്രശ്നം കൊണ്ടല്ലോ വേദന ആയത്. ഞാൻ എന്തായാലും കാണിക്കണം എന്ന് വിചാരിച്ചു കേട്ടോ. അത് തന്നെയാണ് ഞാനും കാണിക്കണം എന്ന് വിചാരിച്ചത്. അതല്ലാതെ രണ്ടാളെ കാണാത്ത പ്രശ്നം അങ്ങനത്തെ ഒന്നുമില്ല. അത് ഞാൻ പിന്നെ ഒരു ഇതാക്കി പറഞ്ഞതാണ്. ഇത് കണ്ടില്ല, എനിക്ക് പ്രശ്നം കാര്യം വെച്ചാണ് ഞാൻ എല്ലാം മുതലാക്കല്. ഓക്കെ, അപ്പൊ ഇനി നമ്മള് ഇനി ഷെഫിക്ക് ചെറിയൊരു വിറയലിന്റെ പ്രശ്നം. ഞാൻ എന്തായാലും അടുത്ത വ്ലോഗിൽ കാണിച്ചു തരുന്നുണ്ട് ആരാണ് അത് പൊച്ച് കൺഫർട്ടറിൽ നോക്കിയിട്ട് വീട്ടിക്ക് പോലെ. കണ്ണട വെക്കല്ലേ, സ്റ്റെപ്പൊക്കെ എനിക്ക് 3,000 കണ്ണട വെക്കുക. സ്റ്റെപ്പൊക്കെ എല്ലാം കാണണോ? കണ്ണട വെച്ചിട്ടില്ലേ? ചെറിയ കുയ്യൊക്കെ വലിയ കുയ്യായി തോന്നുക. പറ്റൂല കേട്ടോ. എന്നാലിത് പറഞ്ഞോണേ പറ്റൂ. എന്ത് ആവശ്യത്തിന് മാത്രോ? ഇവിടെ നന്നിട്ടുണ്ട്. ഇതൊക്കെ പ്രശ്ന. അത് വെച്ച് താങ്ങണോ? വെച്ച് താങ്ങണോ? ഓ, മാറ്റും ഉണ്ട് ക്ഷമയെ. ഏറ്റവും വലുത് ഏതാ വരുന്നത്? കൊറേ ഉണ്ടല്ലേ, അത്ര വലുത് വേണ്ട. ഇതൊക്കെ എത്ര ആയിരുന്നേ? 10 രൂപേനെ ഉള്ളോ? ഇത് റൗണ്ടാ? ഓവൽ ഷേപ്പ് ആണല്ലേ. ഡൈനിങ് ഹാളിലൊക്കെ ഇടാൻ ഏതാണല്ലേ? ഇതാ ക്ഷമയ നോക്ക്, ഇതാ റൗണ്ട്. 9 അല്ല 8 950. 9 റുപ്യ തുർക്കിന്റെ അല്ലേ? വേറെ ഏതൊക്കെ തുർക്കിന്റെയോ? ഇത് വേറെ ഏതായിരുന്നു? അത് മാത്രമേ ചെയ്യുള്ളൂ. അത് എല്ലായിടത്തും കൂടുതലായിട്ടില്ലേ ക്വാളിറ്റി ഉണ്ടാവും. അതെ അതെ. ഇതല്ലേ അപ്പൊ കേസാക്കണ പുളിന്റെ ചോട്ടിലാട്ടോ ഇവിടെ വണ്ടിയൊക്കെ അങ്ങോട്ട് കയറ്റാൻ കഴിയില്ല. ഫുള്ള് പുളി എന്ന് പറഞ്ഞ കാര്യം കംഫർട്ടർ വാങ്ങിക്കുന്നുണ്ടോ? അപ്പൊ ഏതായാലും ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. എന്നിട്ട് നമുക്ക് ഒന്ന് പൊട്ടിച്ചു നോക്കാം. കൊടുവള്ളി വരെ അങ്ങ് എത്തും ഇവിടുന്ന് അങ്ങ് വീണാല് അല്ലേ? പക്ഷെ അതിൽ കയറല്ല ഇതില് കയറാം. ഇപ്പൊ വീണ അങ്ങനെ ക്യാമറ അതില് പോല എന്നിട്ടല്ല ഫോണ് വിൽക്കുക. അതാ ഓക്കെ. അപ്പൊ ഗൈസ് നമ്മൾക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ദാക്ഷണ ഗൈസ് കൺഫർട്ടർ അയ്യവാ. ജസ്റ്റ് കവർ ചെയ്ത് തന്നാട്ടോ. ഓ പൊളിക്കി അതെന്തൊക്കെ കണ്ടല്ലോ ക്ഷമയെ. പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാകല്ലേ, എന്തൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഏതായാലും ഐശുവിന് കൊടുക്കണം അല്ലേ? ഐശുവിനുള്ളതായി എനിക്കായി. ഓക്കെ, അപ്പൊ ഏതായാലും ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ. ഞങ്ങള് കണ്ണ് കാണിക്കാൻ പോയത് കുറച്ചൊന്ന് നേരം വയ്യ, ഫ്രെയിം കിട്ടാനൊക്കെ വേണ്ടിട്ട്. കണ്ണട എന്തായി? എനിക്ക് കണ്ണട വേണ്ട, നഖം വെട്ടാനേ വേണ്ടിയുള്ളൂ. നഖം വെട്ടാൻ മാത്രോ? എന്നാ പിന്നെ എത്ര പൈസ ചെലവാക്കണ്ടേ ക്ഷമി? നഖം വെട്ടാനായിട്ട് രണ്ടെണ്ണം. പില്ലൊക്കെ ഉണ്ട് സെറ്റ്. അയ്യോ നല്ല കളർ. ഓക്കെ, അപ്പൊ ഏതായാലും ഇൻഷാല്ലാ ക്വിസ്. അപ്പം ഇൻഷാല്ലാ നമുക്ക് ഓക്കെ. അപ്പൊ ഏതായാലും ഇൻഷാല്ലാ നമുക്ക് നാളെ കാണാം. ക്വിസ് ബൈ ബൈ ടാറ്റ. അല്ലേ ഷിമേ? അപ്പൊ ഏതായാലും ഫുഡ് എടുത്തേക്ക് വേഗം എടുത്ത് വെക്ക്. വീഡിയോ നീ ചാടി കളിക്കേ മതി പോര്. അടിപൊളി. നൈസ്. നമ്മൾ തന്നെ നൈസ്.